എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സോഡ കുടിക്കുമ്പോൾ ഇതറിയുന്നുണ്ടോ നിങ്ങൾ? കോട്ടയത്ത് കണ്ടെത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. കോട്ടയത്തെ കാര്യമാണ് പറയുന്നത്. ജലാശയങ്ങൾ വറ്റി വരളുമ്പോൾ സോഡകളുടെ ഗുണനിലവാരം സംബന്ധിച്ച് ആശങ്ക ഉയരുന്നു. മീനച്ചിലാറിലെയും പരിസരങ്ങളിലെയും വെള്ളത്തിൽ മനുഷ്യ വിസർജ്യത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതോടെയാണ് ആശങ്കകൾ പടരുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയും കാര്യക്ഷമവുമല്ല. സർബത്ത് കടകളിൽ മുതൽ ബാറുകളിൽ വരെ വിതരണം ചെയ്യുന്ന സോഡയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളം എവിടെ നിന്നാണെന്ന് ഒരു പിടിയുമില്ല. ജില്ലയിൽ 50-ലേറെ സോഡ കമ്പനികളുണ്ടെന്നാണ് കണക്ക്. ഇതിനു പുറമെയാണ് വൻകിട ബ്രാൻഡുകളുടെ ക്ലബ്ബ് സോഡയും. കുപ്പിവെള്ള കമ്പനികൾക്ക് സമാനമായ സോഡ കമ്പനികളിലും പരിശോധന വ്യാപകമാക്കണമെന്നാണ് ആവശ്യം. സാമ്പിൾ ശേഖരിച്ച തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ അനലിറ്റിക്കൽ ലാബുകളിൽ പരിശോധിച്ചാൽ സോഡകളുടെ ഗുണമേന്മ അറിയാൻ സാധിക്കും. ലൈസൻസ് റദ്ദ് ചെയ്യാനും പിഴ ഈടാക്കാനും കഴിയും. മഴക്കാലത്ത് ബാറുകളിൽ മാത്രമാണ് കൂടുതലായി ലോക്കൽ സോഡയുടെ വിൽപ്പന. ചൂടുകാലം തുടങ്ങിയ പിന്നെ വഴിയോര കടകളിൽ മുതൽ ബേക്കറികളിൽ വരെ സോഡയ്ക്ക് വൻ ഡിമാൻഡാണ്. ചെറിയ കടകളിൽ പോലും ദിവസം 100-ന് മുകളിൽ സോഡകൾ വിറ്റുപോകുന്നുണ്ട്. നിറയ്ക്കുന്നത് മീനച്ചിലാറ്റിലെ മലിനീകരണമാണെന്നാണ് പറയപ്പെടുന്നത്. നഗരത്തിലെ സോഡകളേറെയും മീനച്ചിലാറ്റിലെ പരിസരങ്ങളിലെ വെള്ളം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. ബാറുകളിലടക്കം ഈ സോഡയാണ് ഉപയോഗിക്കുന്നത്. ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മഞ്ഞപ്പിത്തം പടരാൻ സോഡകൾ കാരണമാണ്. ശുദ്ധജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൽ ലയിക്കുകയുള്ളൂ. വെള്ളം ശുദ്ധമാണെങ്കിൽ സോഡ കുടിക്കുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഗുണമേന്മ പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല സോഡകളിൽ. കുപ്പിവെള്ളം പോലെ സോഡ നേരിട്ട് കുടിക്കുന്നത് വിരളമാണ്. കുപ്പിക്ക് മുകളിൽ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. ഗ്യാസ് ഉള്ളതിനാൽ രുചിയും തിരിച്ചറിയാനാവില്ല എന്നുള്ളതാണ് സോഡയുടെ ഒരു പ്രശ്നം. സർബത്തായി കുടിക്കുന്നതിനാൽ ഗുണനിലവാരം ഉറപ്പാക്കാനാവില്ല. ബാറുകളിൽ ലഭിക്കുന്ന ലോക്കൽ സോഡയും സമാന പ്രശ്നങ്ങളാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ സോഡക്കുപ്പികളിൽ ISI മുദ്ര നിർബന്ധമാണ്. പ്ലാസ്റ്റിക് ബോട്ടിലെങ്കിൽ സീൽ വേണം. വെയിലേക്കും വിധം സൂക്ഷിക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ പല കടകളിലും വെയിൽ തണുത്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് വഴിയോര കടകളിൽ ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഈ സോഡകളുടെ ഗുണനിലവാരം ആരോഗ്യരംഗത്ത് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള വിസർജ്യം ആണ് ചേരുന്നതെങ്കിൽ മഞ്ഞപ്പിത്തം അതുപോലുള്ള അസുഖങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയാണ് ജില്ലയിൽ കണ്ടുവരുന്ന കാര്യം മനസ്സിലാക്കുക. ജനങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പ്രതികരിക്കുകയാണ് വേണ്ടത്. ജനപ്രതിനിധികൾ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾവേസ് സ്റ്റേ കുഷാന്തി സ്റ്റേ.